നമസ്കാരം, എല്ലാവർക്കും മാഡ് യുണൈറ്റഡ് ഫുട്ബോളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 ബ്രൈറ്റൺ 2. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ആൻഡ് ദാറ്റ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് മൂന്നാമത്തെ അടുപ്പിച്ചുള്ള വിജയം. സോ നമ്മൾ ഇത്ര നാളും 2 വിജയങ്ങൾ അടുപ്പിച്ച് കാണാൻ വേണ്ടി കാത്തിരുന്ന നമ്മൾക്ക് മൂന്നാമത്തെ വിജയവും സമ്മാനിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്ത് ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജീനെ കുറിച്ച് തന്നെയാണ്. കാരണം ഇതിന് മുമ്പത്തുള്ള സീസണിൽ നമ്മൾ ഗർണാച്ചോയും സാൻജോ പിന്നെ ആൻ്റണി ഇവരൊക്കെ ഉള്ള ആ ഫ്രണ്ട് ലൈനിൽ നിന്നും ഇപ്പോൾ മത്യാസ് കുഞ്ഞയും എംബൂമോ സെസ്കോ ഇവരടങ്ങുന്ന ലെവലിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്രില്യൻറ്റ് റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി. സോ ഹാറ്റ്സ് ഓഫ് ടു ദി റിക്രൂട്ട്മെൻറ്റ് ടീം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്യാസ് കുഞ്ഞിയുടെ ഗോൾ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്ത് അത് ലൈക്ക് വാട്ട് ഇറ്റ് മെൻ ഫോർ ഹിം, അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. കാരണം ഗോൾ അടിച്ചതിന് ശേഷം പോയി ക്രൗഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പിന്നെ ബാഡ്ജ് കിസ് ചെയ്യുന്നതും അതൊക്കെ എന്തുമാത്രം കുഞ്ഞിക്ക് ഈ ഒരു ഗോള് വിലപ്പെട്ടതാണ് എന്ന് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഗെയിം കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു ദ ഗോൾസ് വിൽ കം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ. അത് അടുത്ത ഗെയിമിൽ തന്നെ ഗോൾ അടിച്ചുകൊണ്ട് തന്നെ അത് തെളിയിക്കുകയും ചെയ്തു. സോ ബ്രില്യൻ പെർഫോമൻസ്. മത്യാസ് കുഞ്ഞിയുടെ ആ ഒരു എന്താ പറയുക ബ്രസീലിയൻ സാമ്പ നൃത്തച്ചുവടുകളുമായിട്ടുള്ള ആ ഗെയിം കാണാൻ തന്നെ എന്തുമാത്രം രസമായിട്ടുള്ളൊരു ഇതാണ്. കിടിലം ഒരു നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ എന്ന് എടുത്ത് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മത്യാസ് കുഞ്ഞ. പിന്നെ എംബൂമോയുടെ 2 ഗോള്. അപ്പം എംബൂമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഗോൾസും അസിസ്റ്റും നേടി തൻ്റെ ആ എന്താ പറയുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സെലക്ഷൻ എടുത്തതിന് ഭയങ്കര രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എംബൂമോ ഓൾസോ ലൈക്ക് ബ്രില്യൻ. സെസ്കോ ഇന്ന് ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പോലും ഹി ഹാഡ് എൻ അസിസ്റ്റ്. പിന്നെ അത്യാവശ്യം നല്ല ഗെയിം തന്നെ കാഴ്ചവെക്കുകയും ചെയ്തു. ഹി ഹാഡ് ഹിസ് പ്രസൻസ്. അത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഗോൾസ് വരും, കാരണം ഉറപ്പായിട്ടും ടീം നന്നായിട്ട് കളിച്ച് തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോൾസ് എന്തായാലും ഉറപ്പായിട്ടും വന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം, ഈ ഗെയിമിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെഫറിയുടെ ഡിസിഷൻസ്. ആൻ്റണി ടെയ്ലർ ഈസ് എ ഡിസാസ്ട്രസ് റെഫറി. എനിക്കറിഞ്ഞൂടാ, ഇവരുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വൺ ഓഫ് ദ ടോപ്പ് റെഫറീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ലൈക്ക് ഞാൻ പലപ്പോഴും നമ്മുടെ ഗെയിംസ് കാണുന്ന സമയത്ത് ഇങ്ങനത്തെ റെഫറിങ് ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തലയ്ക്ക് ആളില്ലാത്ത രീതിയിലുള്ള ഡിസിഷൻസ് തന്നെയാണ് എടുക്കുന്നത്. ഒരു പെനൽറ്റി ചാൻസ്, ഒന്നല്ല 2 പെനൽറ്റി ചാൻസ് എന്തോ നമുക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അമാദിൻ്റെ ചാൻസ്, ക്ലിയർലി എ ഫൗൾ. ഇതല്ല ഫൗളെങ്കിൽ പിന്നെ വേറെന്താ ഫൗൾ എന്ന് പറയുന്നത്? ക്ലിയർലി ഒരു ഫൗളായിരുന്നു അത് പോയി. പിന്നെ അതിനുശേഷം എംബൂമോ ഒറ്റയ്ക്ക് കിട്ടിയ, അതായത് നമ്മൾ അവരുടെ ഡിഫൻസിനെ പ്രസ് ചെയ്തിട്ട് കിട്ടിയൊരു ചാൻസ്, അതിൽ എംബൂമോനെ തട്ടിയിട്ട് അതും പെനൽറ്റി ബോക്സിൻ്റെ അകത്ത്. സോ അതും കൊടുത്തിട്ടില്ല. സോ ഡസ് ദാറ്റ് മീൻ എംബൂമോ ഡൈവ് ചെയ്യുന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അതാണെങ്കിൽ 2-3 പ്രാവശ്യം എംബൂമോനെ തട്ടിയിട്ടിട്ട് അതിന് റെഫറി വിളിച്ചിട്ടില്ല, ഫൗള് വിളിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് എംബൂമയ്ക്ക് ഡൈവിങ്ങിൻ്റെ യെല്ലോ കാർഡ് കൊടുക്കുന്നില്ല? സോ ലൈക്ക് തെറ്റായ ഡിസിഷൻസ് വിസിലടിക്കുന്നില്ല. പിന്നെ അതിനുശേഷം എങ്കിൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് കാർഡും കൊടുക്കണം. എംബൂമയ്ക്ക് കാർഡ് കൊടുക്കാത്ത എന്താ? കൊടുക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് പൊട്ട ഡിസിഷൻസാണ്, പൊട്ട മണ്ടത്തരമായിട്ടുള്ള ഡിസിഷൻസാണ് ആൻ്റണി ടെയ്ലർ കാഴ്ചവെച്ചത്. സോ വെരി പുവർ റെഫറിങ്. പിന്നെ ആ ഡോഗുവിൻ്റെ ലാസ്റ്റത്തെ ആ യെല്ലോ കാർഡ്, എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ അത് ഒരു ഫൗളായി കഴിഞ്ഞതെന്നാൽ അത് യെല്ലോ കാർഡല്ല, ആക്ച്വലി റെഡ് കാർഡ് തന്നെയാണ്. നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് അവിടെ ഇത് വന്നതാണ് യെല്ലോ കാർഡ് കിട്ടിയത്. പക്ഷേ ആക്ച്വലി അതൊരു റെഡ് കാർഡ്. ആ ഒരു സിറ്റുവേഷനിൽ ഫൗൾ ചെയ്യുകയാണ്. വേറെ എന്താ പറയുക, ഒരാളും ഇല്ല, ഗോൾ കീപ്പറുമായിട്ടുള്ള ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ഫൗൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് റെഡ് കാർഡാണ്. അവിടെയും ഈ ഒരു പൊട്ട ഡിസിഷൻ്റെ പുറത്താണ് ഇത് പോയത്. സോ ഹിയാഡ് എ വെരി ഹോറബിൾ ഗെയിം എന്ന് പറയാം. പിന്നെ ലാമൻസിൻ്റെ ആ ഗോള്, അതായത് ഗോൾ സേവിങ് ചാൻസ്, അത് പോയത് എനിക്ക് തോന്നുന്നു ലാമൻസിന് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കാമായിരുന്നു. അതായത് വെൽബക്കിൻ്റെ
ഫ്രീ കിക്ക് ഗോൾ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായിട്ട് സേവ് ചെയ്യാൻ പറ്റിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അതൊരു പ്രത്യേക ഒരു ഫ്രീ കിക്കായിരുന്നു, അതായത് ഡിപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഫ്രീ കിക്ക്. എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ലെമൻസിൻ്റെ ജഡ്ജ്മെൻറ്റിലുള്ളൊരു ചെറിയ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ ഗോൾ ലീഡ് ചെയ്തിട്ടുള്ള സാഹചര്യം, അതായത് ഡോർഗു ബോള് അവർക്ക് കൊടുക്കും, നമുക്ക് നമ്മുടെ അറ്റാക്കിംഗ് ലെവലിൽ നിന്നിട്ട് അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ 3-0 നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ആ ഗെയിം മാനേജ് ചെയ്യുക, അതായത് അധികം അറ്റാക്കും കാര്യങ്ങളൊന്നും ഇത് വേണ്ട. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾ കീപ്പ് ചെയ്ത് കളിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് എന്താ പറയുക, ആവശ്യമില്ലാത്ത പാസിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. സോ ആ അതായത് മറ്റേ ഡോർഗുൻ്റെ ആ ഒരു ഇഷ്യൂ അത് നോക്കണം, കാരണം സ്ഥിരം ഡോർഗുൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു അത്. സോ അത് ഉണ്ട്. പിന്നെ ബ്രൂണോ ലാസ്റ്റ് ഗോൾ അടിക്കുന്ന സമയത്ത് ബ്രൂണോയുടെ ഒരു ബോൾ ടച്ച് ചെയ്യാതെ ഉള്ളൊരു അസിസ്റ്റ്, അതായത് അവിടുന്ന് പാസ് വരുമ്പോൾ ബ്രൂണോ എങ്ങനെ അത് കണ്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലാസ്റ്റ് എംബൂമയ്ക്ക് ആ ബോൾ ത്രൂ ബോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രൂണോ മാറിക്കൊടുക്കുന്നതാണ്. സോ അതെന്ന് പറഞ്ഞാൽ ഒരു ബ്രില്യൻറ്റ്, അത് ബ്രൂണോയുടെ അസിസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം ബ്രൂണോ പക്ഷേ ടച്ച് ചെയ്തിട്ടില്ല, ബ്രൂണോയുടെ അസിസ്റ്റ് പോലെ ഫീൽ ചെയ്തു. കാരണം ആ ബോൾ വരുന്നത് ഒഴിഞ്ഞങ്ങ് മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് ബ്രൂണോനെ കവർ ചെയ്യുന്ന ബ്രൈറ്റൺ പ്ലെയറിനും അത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബോൾ നേരെ എംബൂമയ്ക്ക് പോകുന്നു, എംബൂമോ സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഗോള് സ്കോർ ചെയ്യുന്നു. സോ മൊത്തത്തിൽ ഒരു ടീം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ല ടീം പെർഫോമൻസ് ആയിരുന്നു. മിഡ്ഫീൽഡ് ആണെങ്കിൽ നമ്മൾ ഈ കളിയിൽ കൂടുതൽ ലോങ് ബോൾസും ഇതൊക്കെ കഴിഞ്ഞ ഗെയിംസിലെ പോലെ ലിവർപൂളായിട്ടുള്ള ഗെയിമിനെ പോലെ നമ്മൾ അത്രയും ലോങ് ബോൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. നമ്മൾ ആക്ച്വലി മിഡിൽ കൂടെ തന്നെ കുറേ ബോൾസ് ഗെയിം കൊണ്ടുപോയിട്ടുണ്ട്, കളി നടത്തിയിട്ടുണ്ട്. സോ ത്രൂ ദ മിഡ്ഫീൽഡ് തന്നെയായിരുന്നു. സോ അതൊരു പ്രോമിസിങ് സൈനാണ്, നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു സൈനാണ് അങ്ങനത്തെ ഒരു ഗെയിം. സോ പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ കസമീറോ ഗോൾ അടിച്ചത്, കസമീറോ നല്ലൊരു പെർഫോമൻസ് മിഡിൽ കാഴ്ചവെച്ചു. പിന്നെ അമാദിൻ്റെ ഗെയിം, പിന്നെ ഡിഫൻസ് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഡിലിറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ഇൻ ദ പ്രീമിയർ ലീഗ്. മൊത്തത്തിലുള്ള പ്രീമിയർ ലീഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ എന്നുള്ളൊരു ലെവലിലേക്ക് പോയിരിക്കുകയാണ്. എനിക്കൊന്ന് ഈ ഒരു സാഹചര്യമാണെങ്കിൽ ഡിലിറ്റ് അടുത്ത വേൾഡ് കപ്പിൽ നെതർലാൻഡ്സ് ടീമിൻ്റെ പ്ലേയിങ് 11 വരേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അവിടെ ഇപ്പോൾ വരുന്നവരിൽ വാൻഡൈക്കും വാൻഡവെന്നും ആണ് മെയിൻ ഡിഫൻഡേഴ്സ് അവർക്ക് വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിലിറ്റ് പ്ലേയിങ് 11 നെതർലാൻഡ്സിൻ്റെ ടീമിലേക്ക് പ്ലേയിങ് 11ലേക്ക് തന്നെ വരേണ്ട ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. സോ ബ്രില്യൻ പെർഫോമൻസ്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഇത്രയും ടെൻഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ലാസ്റ്റത്തെ 10 മിനിറ്റിൽ എന്തുമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ ഗോൾ അടിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള മിനിറ്റ്സും പിന്നെ എക്സ്ട്രാ ടൈം 7 മിനിറ്റ്, അങ്ങനെ കുറേ നിമിഷം നമുക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ആക്ച്വലി ഇത്രയും ടെൻഷനിലേക്ക് പോകരുത്. നമ്മൾ 3-0 മുന്നിട്ട് നിൽക്കുമ്പോൾ പിന്നെ കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലൈക്ക് ആ ഒരു ഇൻ ഗെയിം മാനേജ്മെൻറ്റ് ചെയ്ത് ബോൾ കീപ്പ് ചെയ്ത് പാസ് ചെയ്ത് അത് അത്രയും ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഗെയിം മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ കളി ജയിച്ചു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും പിന്നെ ടോട്ടനമാണ് ഇനി നമുക്ക് അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുന്നേ ഉള്ള 2 ഗെയിംസ്. സോ ഈ ഒരു 2 ഗെയിമും കൂടെ നമുക്ക് വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞിരുന്നാൽ ലൈക്ക് അടുപ്പിച്ചുള്ള 5 വിജയങ്ങളെന്നുള്ളൊരു ഇത് കിട്ടും. എത്രയോ നാളുകൾക്ക് ശേഷം 5 വിജയങ്ങൾ അടുപ്പിച്ചെന്നുള്ളൊരു എന്താ പറയുക മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ യുണൈറ്റഡ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് പലർക്കും അറിയാം, മുടി വളർത്തിയ ഒരു ചങ്ങായിയുണ്ട്. മാന്യു 5 കളി അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞിരുന്നാലേ മുടി വെട്ടത്തോളം എന്നുള്ള ശബ്ദവും വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ മുടി വെട്ടാനായിട്ടുള്ള സമയമാകുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ടീമിലേക്ക് ഉണ്ട്. കാരണം 2 കളിയും കൂടെ ജയിക്കണം എന്നുള്ള ഇതുണ്ട്. ആൻഡ് റൈറ്റ് നൗ വി ആർ ഇൻ 4th പൊസിഷൻ. ലിവർപൂളിനെയും കാട്ടി മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, 4th പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും 4th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സോ ബെസ്റ്റ്
ബെസ്റ്റ് എന്താ പറയുക പെർഫോമൻസ് ഇനി അങ്ങോട്ടേക്ക് കാഴ്ചവെക്കാൻ പറ്റട്ടെ. ആൻഡ് അമറിമിന് പ്രത്യേകം എടുത്തു പറയണം, അമറിമിൻ്റെ സ്ട്രാറ്റജീസ്. പല ആൾക്കാരും അമറിം സ്റ്റബേൺ ആണ്, ഈ ഒരു സിസ്റ്റം മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു ഹിസ് സിസ്റ്റം. ഇത് തന്നെയാണ് സിസ്റ്റം എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ തോൽക്കുമ്പോൾ സിസ്റ്റത്തെ പഴിച്ചായിരുന്ന ആൾക്കാർ ഇപ്പോൾ വിജയിക്കുമ്പോൾ വളരെ അധികം മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അമറിം. സോ നമ്മുടെ ടീമിൽ ആ ഒരു ടീം സ്പിരിറ്റും ഒത്തിണക്കവും എല്ലാം തിരിച്ച് വരുന്നത് പോലുള്ളൊരു ഫീലാണ് ഉള്ളത്. കാരണം ടീം പംഡപ്പാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് മൂഡിൽ നിൽക്കുന്ന ഒരു ഇതാണ്. സോ എനിക്ക് തോന്നുന്നു ഡ്രസ്സിങ് റൂമിലാണെങ്കിൽ ആ ഗെയിം കഴിഞ്ഞിട്ട് എംബൂമയുടെയും അമാദിൻ്റെയൊക്കെ ഒരു ഡാൻസ് പെർഫോമൻസ് സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. ആ ഗോൾ സ്കോറിങ് സെലിബ്രേഷന് ശേഷം അവർ കാഴ്ചവെച്ചു. സോ ലൈക്ക് ടീമിലേക്ക് മൊത്തത്തിലൊരു ഒരു പോസിറ്റീവ് വൈബ്സ് എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് കണ്ടിന്യൂസ് ആൻഡ് ഇനി അങ്ങോട്ടേക്കുള്ള മത്സരങ്ങളിൽ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റട്ടെ എന്ന് വിചാരിക്കും. സോ നമ്മളെല്ലാ ഫാൻസും ഇനിയും കാത്തിരിക്കുകയാണ് ഫോർ മോർ വിൻസ് ടു കം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി subscribe the channel and press on the bell button to receive more updates on Manchester United. So thank you so much.